10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള യൂണിറ്റിലെ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് 3ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ദേശീയ തലത്തിൽ ആദ്യമായി നടത്തിയിട്ടുള്ള നിസ്സഹകരണ സമരം, അല്ലെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അത് നിർത്തിവെക്കാനുള്ള പെട്ടെന്നുള്ളൊരു കാരണം ചൗരി ചൗര ഇൻസിഡന്റ്, അതാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്. 22 പോലീസുകാരെ, അല്ലെ, ഒരു പോലീസ് സ്റ്റേഷന് തീയിട്ട് പ്രക്ഷോഭകാരികൾ 22 പോലീസുകാരെ മരണപ്പെടാനിടയായ ഒരു സംഭവം ഉണ്ടായി. അതിന്റെ പേരിലാണ് ഗാന്ധിജി പെട്ടെന്ന് ഈ ഒരു നിസ്സഹകരണ സമരം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പെട്ടെന്ന് അദ്ദേഹം നിർത്തിവെക്കുന്നത് അല്ലെങ്കിൽ നിർത്താൻ ആഹ്വാനം ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുഴുവനായി നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമരമാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, CDM, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. നമ്മുടെ ഹെഡിങ് കാണുന്നത് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് എന്നാണ്, അല്ലെ. അപ്പൊ ഈ പൂർണ്ണ സ്വരാജ് എന്താണ്? സിവിൽ ഡിസൊബീഡിയൻസുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സ്വരാജ് ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, നമുക്കിവിടെ നോക്കാം. അപ്പൊ ഹെഡിങ് ഒന്നുകൂടി ശ്രദ്ധിക്കുക: പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. പൂർണ്ണ സ്വരാജും അതേപോലെ സിവിൽ നിയമലംഘനവും എന്നാണ് ഇവിടെ ഹെഡിങ് കൊടുത്തത്, അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ദി ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. The Lahore session of Indian National Congress held in 1929 under the chairmanship of Jawaharlal Nehru was a turning point in the history of freedom movement in India. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപാട് വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അക്കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ് 1929. ഇതിന്റെ പ്രത്യേകത, ഇപ്പോൾ കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ ഓരോ വർഷവും ഓരോ സ്ഥലത്ത് വെച്ച് നടക്കാറുണ്ട്. അപ്പൊ ഈ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചിട്ടാണ്. ലാഹോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് അത് എവിടെയാണ്? ഇന്ന് പാകിസ്ഥാനിലാണ്. ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ല, ഇന്ന് ലാഹോർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്. അപ്പൊ ആ ലാഹോറിൽ വെച്ചിട്ടായിരുന്നു 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത്. അപ്പൊ ലാഹോറിൽ വെച്ച സമ്മേളനമായതുകൊണ്ട്, ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനമായതുകൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കാം? ലാഹോർ കോൺഗ്രസ് എന്ന് വിളിക്കാം. കൊൽക്കത്തയിൽ വെച്ച് നടക്കുകയാണെങ്കിൽ കൊൽക്കത്ത കോൺഗ്രസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ലാഹോറിൽ ചേർന്നിട്ടുള്ള 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ഒരു സമ്മേളനം, അതിന് അധ്യക്ഷത വഹിച്ചതാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, 1929 ലാഹോർ സെഷന്റെ, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ചെയർമാൻഷിപ്പ് വഹിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയാനുള്ള കാരണം താഴെ 2 പോയിന്റ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഈ 1929 കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ലാഹോർ കോൺഗ്രസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? 2 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ആ 2 പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ദിസ് സെഷൻ declared that the ultimate aim of Indian freedom struggle was to attain complete freedom for the country. Complete freedom means പൂർണ്ണ സ്വരാജ്. അപ്പൊ നമ്മുടെ ഹെഡിങ്ങിന്റെ മീനിങ് കിട്ടിയല്ലോ. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായ സ്വരാജ്. സ്വരാജ് എന്ന് പറഞ്ഞാൽ സെൽഫ് റൂൾ എന്നാണ്. നമ്മുടെ രാജ്യത്തെ നമ്മൾ തന്നെ ഭരിക്കുക, അതാണ് എന്ത്? കംപ്ലീറ്റ് ഫ്രീഡം. അപ്പോ ഈ സമ്മേളനം ഇങ്ങനൊരു കാര്യം പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? ദി സെഷൻ ഡിക്ലെയർഡ് ദാറ്റ്, കോൺഗ്രസിന്റെ 1929 ലാഹോർ സെഷൻ, ലാഹോർ സമ്മേളനം ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു എന്ത്? that the ultimate aim of Indian freedom struggle was to attain complete freedom for the country. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആണ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ചു ഈ സമ്മേളനം. ഓക്കെ, അല്ലാണ്ട് എന്ത് പോരാ, ബ്രിട്ടീഷുകാര് നമുക്ക് ചില പ്രത്യേക അവകാശങ്ങളോ ഭരണഘടനാ പരിഷ്കാരങ്ങളോ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നാൽ പോരാ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഓൾസോ റിസോൾവ്ഡ് ടു സ്റ്റാർട്ട് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മഹാത്മാ ഗാന്ധി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാനും
ഈ സമ്മേളനത്തിൽ തീരുമാനമായി. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ലാഹോർ കോൺഗ്രസിന്റെ ഇമ്പോർട്ടൻസ്. 1929 ശ്രദ്ധിക്കണേ, 1929 ആണ്, ലാഹോറിലാണ്. അതിന്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. അന്നത്തെ യുവാവായ ചെറുപ്പക്കാരനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വഹിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ദിസ് സെഷൻ, ലാഹോർ സെഷൻ, ഡിക്ലെയർഡ് ദാറ്റ് ultimate aim of Indian freedom struggle was to attain complete freedom. That means to attain Purna Swaraj. Purna Swaraj നേടുക, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്നീ സമ്മേളനം പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, അതിന്റെ ഭാഗമായിട്ട് ഇറ്റ് ഓൾസോ റിസോൾവ്ഡ് ടു സ്റ്റാർട്ട് എ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനമായി. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏത്, ലാഹോർ കോൺഗ്രസ്. അതിന്റെ ഭാഗമായിട്ടുള്ള പൂർണ്ണ സ്വരാജ്, സിവിൽ ഡിസൊബീഡിയൻസ്. അങ്ങനെ സമരം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. സമരം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ സിവിൽ നിയമങ്ങളൊക്കെ ലംഘിക്കലാണ്. ബ്രിട്ടീഷുകാരുടെ സിവിൽ നിയമങ്ങളൊക്കെ ലംഘിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. Okay, so with the civil disobedience, Gandhiji meant to disobey all anti-popular and anti-democratic civil laws made by the British government. ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി അല്ലെങ്കിൽ കോൺഗ്രസ് ഉദ്ദേശിച്ചത് എന്താണ്? With the civil disobedience, Gandhiji meant to disobey all anti-popular and all anti-democratic civil laws made by the British government. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള എല്ലാ സിവിൽ നിയമങ്ങളെയും ലംഘിക്കുക, അത്തരം നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നതാണ് ഈ ഒരു സമരം കൊണ്ട് ഗാന്ധിജിയും കോൺഗ്രസും ഉദ്ദേശിച്ചത്. ആസ് എ പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ്, ഗാന്ധിജി പ്രപ്പോസ്ഡ് ദി ഫോളോവിങ്. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ചില കാര്യങ്ങളൊക്കെ, ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമരത്തിന്റെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി പ്രപ്പോസ് ചെയ്ത ചില കാര്യങ്ങളാണ് എന്തൊക്കെ ഇവിടെ പറയുന്നു. ഒന്ന്, ടു ലിഫ്റ്റ് സോൾട്ട് ടാക്സ്. ഉപ്പ് നികുതി എടുത്തു കളയുക. ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടതാണ്. ഉപ്പിന് മേൽ ചുമത്തിയിട്ടുള്ള നികുതി എന്ത് ചെയ്യുക, എടുത്തൊഴിവാക്കുക. സെക്കൻഡ് പോയിന്റ്, ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാമേഴ്സ്. കർഷകർക്ക് എന്ത് ചെയ്യുക, 50% നികുതിയിൽ ഇളവ് നൽകുക. നെക്സ്റ്റ് വൺ, to increase the tax on imported foreign clothes. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അതായത് ബ്രിട്ടനിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന തുണിത്തരങ്ങൾക്ക് ടാക്സ് കൂട്ടുക. അതെന്തിനായിരിക്കും അങ്ങനെ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തകരാനുള്ള ഒരു കാരണം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തപ്പോൾ ബ്രിട്ടനിൽ അതിന്റെ ടാക്സ് കൂട്ടിയപ്പോൾ ആ തുണിത്തരങ്ങളുടെ വില കൂടിയപ്പോൾ ബ്രിട്ടനിൽ ആവശ്യക്കാർ കുറഞ്ഞു. അപ്പൊ അതേപോലെ ബ്രിട്ടനിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന തുണിത്തരങ്ങൾക്കും ടാക്സ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആളുകൾ അങ്ങനെ കൊണ്ടുവരുന്ന തുണിത്തരങ്ങൾ ഉപയോഗിക്കാണ്ടാവും. അവർ ഇന്ത്യയിൽ തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെച്ചത്, ടു ഇൻക്രീസ് ദി ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ക്ലോത്ത്സ്. വിദേശത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ, ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. രാഷ്ട്രീയ തടവുകാരെയൊക്കെ എന്ത് ചെയ്യുക, വിട്ടയക്കുക. അതായത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളെ ബ്രിട്ടീഷുകാർ ഒരുപാട് സ്ഥലങ്ങളിൽ ജയിലാക്കിയിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുക, അവരൊക്കെ റിലീസ് ചെയ്യുക. അതാണ് മറ്റൊരു ആവശ്യം. പിന്നെ അടുത്തത്, ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസ്. അതായത് ബ്രിട്ടീഷുകാരുടെ സൈനിക ചെലവും അതേപോലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉയർന്ന ശമ്പളമൊക്കെ എന്ത് ചെയ്യുക, വെട്ടിക്കുറയ്ക്കുക. ഓക്കെ, അവരുടെ മിലിറ്ററി എക്സ്പെൻസ്, സൈനിക ചെലവ് കുറയ്ക്കുക. അതേപോലെ തന്നെ അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഉയർന്ന വലിയ വലിയ ശമ്പളങ്ങളൊക്കെ അതൊക്കെ വെട്ടിക്കുറയ്ക്കുക. ഇങ്ങനെയുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. നെക്സ്റ്റ് വൺ, ടു ഡിസോൾവ് ദി സീക്രട്ട് സർവൈലൻസ് വിങ് ഫോം ടു വാച്ച് ഇന്ത്യൻസ്. അതായത് ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ നിയോഗിച്ചിട്ടുള്ള ചില രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുക, പിരിച്ചുവിടുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ചാര സംഘടനകളെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെയൊക്കെ പിരിച്ചുവിടണം. അതാണ് മറ്റൊരാവശ്യം. നെക്സ്റ്റ്,
ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. ലാസ്റ്റ് വൺ, ടു ഇംപ്ലിമെന്റ് പ്രോഹിബിഷൻ ഓഫ് ലിക്കർ, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് സമ്പൂർണ്ണ മദ്യനിരോധനം. അപ്പൊ ഗാന്ധിജി അന്ന് മുതലേ പറയുന്നുണ്ട് അല്ലെ, പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ചില പ്രപ്പോസൽസ് ഗാന്ധിജി, പ്രപ്പോസൽസ് പുട്ട് ഫോർവേഡ് ബൈ ഗാന്ധിജി ആസ് എ പാർട്ട് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളായിരുന്നു ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, let's examine the reasons why he selected salt as a powerful weapon against the British. അപ്പോൾ നമ്മുടെ സമരത്തിന്റെ പേരെന്താ? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് അല്ലെ, അഥവാ സിവിൽ നിയമലംഘന പ്രസ്ഥാന. ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതിൽ ഏത് നിയമം ലംഘിച്ചുകൊണ്ടാണ് സമരം തുടങ്ങേണ്ടത് എന്ന് ഗാന്ധിജിക്ക് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏത് നിയമം ഫസ്റ്റ് നമ്മൾ തെറ്റിക്കണം, ലംഘിക്കണം, ഡിനൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിസൊബേ ചെയ്യണം എന്ന കാര്യത്തിൽ ഗാന്ധിജിക്ക് ഒരുപാട് അദ്ദേഹം ആലോചനകൾ നടത്തി. ഒടുവിൽ ഈ സമരം തുടങ്ങുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഗാന്ധിജി ഒരു തീരുമാനത്തിലെത്തുന്നത്. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട്, സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഈ സമരം തുടങ്ങാം എന്ന് ഗാന്ധിജി തീരുമാനിച്ചു. അങ്ങനെയാണ് പ്രശസ്തമായിട്ടുള്ള സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഗാന്ധിജി ഉപ്പിനെ തെരഞ്ഞെടുത്തത്, ഉപ്പിനെ സെലക്ട് ചെയ്തത്? അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് എക്സാമിൻ ദ റീസൺസ് വൈ ഹി സെലക്ടഡ്. The reasons why he selected salt as a powerful weapon against the British. ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര വസ്തുവായിട്ട് നമുക്കൊക്കെ തോന്നുന്ന സാധനമാണ് അല്ലെ. ആ ഉപ്പിനെയാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ആയുധമായിട്ട് ആരെടുത്തത്? ഗാന്ധിജി എടുത്തത്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം ഉപ്പിനെ തെരഞ്ഞെടുത്തു? ഒരുപാട് സാധനങ്ങൾ വേറെയുണ്ട്, ഒരുപാട് നിയമങ്ങൾ വേറെയുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഗാന്ധിജി ഉപ്പിനെ സെലക്ട് ചെയ്തു? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ റീസൺസ് വൈ ഹി സെലക്ടഡ് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ്. റീസൺസ് താഴെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്തൊക്കെയാ റീസൺസ്? ഒന്നാമത്തെ റീസൺ, സോൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 portion of income collected by the British through ടാക്സസ്. അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നിന്ന് ചുമത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരുപാട് നികുതികളുണ്ട്. ആ നികുതികളിൽ 2/5 ഭാഗവും ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതിയാണ്. പല രൂപത്തിലുള്ള നികുതികൾ, ടാക്സുകൾ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ടാക്സിന്റെ മൊത്തത്തിലുള്ള വിഹിതം നോക്കുകയാണെങ്കിൽ അതിൽ 2/5 portion, 2/5 ഭാഗവും ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതിയാണ്. അപ്പോൾ ഒരു നിസാര വസ്തു അല്ല ഉപ്പ് എന്ന് അവിടെ തന്നെ മനസ്സിലാക്കാം. പിന്നെ ദിസ് ടാക്സ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദി പുവർ പീപ്പിൾ. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ ഭാരമാണ്, ദരിദ്രർക്ക് ഒരു വലിയ ഭാരം തന്നെയാണ് ഈ ഒരു ടാക്സ് എന്ന് പറയുന്നത്. And the British government banned small scale indigenous salt production. എന്താ പറയുന്നത്? ചെറുകിട രൂപത്തിലുള്ള അല്ലെങ്കിൽ ചെറുകിട വ്യവസായികൾക്കോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഓരോ നാട്ടും പുറത്തൊന്നും എന്തുണ്ടാക്കാൻ പറ്റില്ല, ഉപ്പുണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ട്. വലിയ വലിയ കമ്പനികൾക്കല്ലാണ്ട് പ്രാദേശികമായിട്ട്, തദ്ദേശീയമായിട്ട് ചെറുകിട ഉപ്പ് നിർമ്മാണം, ഉപ്പ് ഉൽപാദനം ഒന്നും പാടില്ലായിരുന്നു. അതൊക്കെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ there was 3-fold hike on salt price. ഉപ്പിന്റെ വില എന്തായിട്ടുണ്ട്? 3 മടങ്ങ് വർദ്ധിച്ചു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വർദ്ധിപ്പിച്ചു. ഉപ്പിന്റെ വില എന്തായി? 3 ഇരട്ടിയായിട്ട് അവർ കൂട്ടി. പിന്നെ ഡിമാൻഡ് ഫോർ ലിഫ്റ്റിംഗ് സോൾട്ട് ടാക്സ് വാസ് എ സ്ലോഗൻ suitable to inspire all segments of society. അതായത് സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലുമുള്ള, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ ഉണർത്താൻ ഉതകുന്ന, അവരെല്ലാവരെയും ആകർഷിക്കാൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു എന്ത്? ഈ ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ള കാര്യം. കാരണം ഉപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിസാര വസ്തുവായിട്ട് നമുക്കൊക്കെ തോന്നുമെങ്കിലും ഉപ്പ് കുടിൽ തൊട്ട് കൊട്ടാരം വരെ, നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലുമുള്ള ജനങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു വസ്തുവാണ് എന്ത്? സോൾട്ട്, ഉപ്പ്. നമ്മുടെ കയ്യിൽ കുറച്ച് അധികം പണമുണ്ട് എന്ന് കരുതി നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല? നമ്മുടെ കറികളിൽ
കൂടുതൽ ഉപ്പ് ഇടാറില്ല. നമ്മുടെ കയ്യിൽ പണം കുറവാണെങ്കിൽ ഉപ്പിന്റെ അളവ് നമ്മൾ കുറയ്ക്കാറുണ്ടോ? അതുമില്ല. അപ്പൊ പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവരും ഒരേപോലെ, എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു വസ്തുവാണെന്ത്? നമ്മൾ നിസ്സാരമായി കരുതുന്ന ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് തന്നെ ആ ഉപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരം തുടങ്ങിയാൽ സമൂഹത്തിന്റെ എല്ലാ തട്ടിലും പെട്ട ആളുകളെ ഇതിലേക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ സാധിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഗാന്ധിജി ഈ ഒരു ദണ്ഡി മാർച്ച്, ഈ ഒരു ദണ്ഡി യാത്ര അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹ, അതിലൂടെ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഇനി എക്സ്പ്ലെയിനിങ് ദി സ്ട്രെങ്ത് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഹി സെഡ്, അതായത് ഈ ഒരു ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടിട്ട് അല്ലെങ്കിൽ ഉപ്പ് നിയമം തെറ്റിച്ചുകൊണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് ഒക്കെ ഗാന്ധിജി നൽകിയിട്ടുള്ള ഒരു വിശദീകരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എക്സാം പേർപ്പസിൽ ആവശ്യമില്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. Supposing 10 persons from each of the 7 lakh villages in India come forward to manufacture salt and disobey the Salt Act, what do you think the government can do? അതായത് നമ്മുടെ രാജ്യത്തുള്ള 7 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിലെ ഓരോ ഗ്രാമത്തിൽ നിന്നും 10 പേർ വീതം ഈ ഉപ്പ് കുറക്കാൻ, ഉപ്പ് നിയമം തെറ്റിച്ച് ഉപ്പ് കുറക്കാൻ തയ്യാറായി രംഗത്ത് വരികയാണെങ്കിൽ ഈ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈവൻ the worst autocrat you can imagine would not dare to blow regiments of peaceful civil resistors out of a cannon's mouth. അതായത് ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയാണെങ്കിൽ പോലും സമാധാനപരമായിട്ട് ഇങ്ങനെ നിയമം ലംഘിക്കുന്ന ജനങ്ങളെ തോക്ക് കൊണ്ട് അല്ലെങ്കിൽ പീരങ്കി കൊണ്ട് നേരിടാൻ ഒന്ന് ഭയപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് ഓൺലി you will bestir yourselves just a little, I assure you we shall be able to tire the government out in a very short time. അതായത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾ ഒരല്പസമയം അല്ലെങ്കിൽ ഒരല്പം എനിക്ക് വേണ്ടി മാറാൻ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ ഗവൺമെന്റിനെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പരാജയപ്പെടുത്താൻ, ക്ഷീണിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഓക്കെ, അതാണ് ഗാന്ധിയുടെ പറയുന്നത്. ഞാൻ പറഞ്ഞു എക്സാമിന്റെ പർപ്പസിൽ നമുക്ക് ഇന്നതില്ല, ഒരു ആവശ്യമില്ല ഈ ഒരു കാര്യം, നമ്മൾ ജസ്റ്റ് വായിച്ചു എന്ന് മാത്രം. എനിവേ, അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. അത് നമ്മൾ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നടക്കുന്ന, ഈ ഒരു സിവിൽ നിയമലംഘന സമരം നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ തന്നെ കൊടുത്തത്. നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞു പോവാം. അതും എക്സ്ട്രാ റീഡിംഗ് ആണ്, പരീക്ഷയ്ക്ക് പഠിക്കാനില്ല, പക്ഷേ ക്വിസ് അല്ലെ, GK അങ്ങനെയുള്ള പൊതുപരീക്ഷകളൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്, റൗണ്ട് ടേബിൾ കോൺഫറൻസ്. 3ഉം അടുത്തടുത്ത വർഷങ്ങളിലാണ്, 930, 31, 32. ഇതിൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം 931 ഗാന്ധിജി പങ്കെടുത്തത്. ഓക്കെ, ബാക്കി രണ്ടും ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല. The British government convened at James Palace in London 3 round table conferences in 1930, 31 and 32. To discuss the administrative reforms to be implemented in India. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ബ്രിട്ടനിലെ ലണ്ടനിലെ ജെയിംസ് പാലസിൽ ഈ 3 സമ്മേളനങ്ങളും നടന്നിട്ടുള്ളത്. 930, 31, 32. ഇതിൽ ഗാന്ധിജി പങ്കെടുത്തതാണ് 1931 ആണ്. ഇത് 3ലും പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കർ. ഓക്കെ, അപ്പൊ അത് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, വിട്ടുകളയാം. എക്സാമിലേക്ക് ആവശ്യമില്ല, എങ്കിലും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. അതേപോലെ 1930, 31, 32 ആണ്. അതിൽ 31 ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത് എന്നും ഓർക്കാം. ഓക്കെ, എനിവേ നമുക്ക് സമരത്തിലേക്ക് വരാം. ഇൻസ്പയർഡ് ബൈ ദി കോൾ ഓഫ് ഗാന്ധി, people in various parts of the country started to produce salt on their own, violating the British regulations.
ഗാന്ധിയുടെ ഈ ഒരു സമരത്തിലെ ഈ ഒരു സമരത്തിനോടുള്ള ഈ ഒരു ആഹ്വാനം ജനങ്ങൾ, രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള ജനങ്ങളെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും അവരൊക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ഉപ്പ് നിയമം ലംഘിക്കാൻ, ഉപ്പ് കുറുക്കിക്കൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ സ്വയം സന്നദ്ധരായി രംഗത്ത് വരികയും ചെയ്തു. രാജ്യത്തിന്റെ പല ഭാഗത്തും അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി, ഉപ്പ് നിയമങ്ങളൊക്കെ ലംഘിക്കാൻ തുടങ്ങി. അതിനുള്ള ചില എക്സാമ്പിൾസ് ഇവിടെ പറയാണ്. പയ്യന്നൂർ ഇൻ കേരള. കേരളത്തിൽ എവിടെയാണ് പ്രധാനമായിട്ടും? പയ്യന്നൂർ ഇൻ കേരള. കേരളത്തിൽ പ്രധാനമായിട്ടും പയ്യന്നൂരും ഉണ്ട്, അതേപോലെ കോഴിക്കോട്ടും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് പയ്യന്നൂർ മാത്രമാണ്. പയ്യന്നൂർ ഇൻ കേരള. വേദാരണ്യം ഇൻ തമിഴ്നാട്. ഈ സോൾട്ട് സത്യാഗ്രഹ രാജ്യത്തിന്റെ പല ഭാഗത്ത് നടന്നു. അതിനുള്ള ചില എക്സാമ്പിൾസ് പറയാണ്, എവിടൊക്കെയാന്നുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ ഇവിടെ പോയിന്റ് ചെയ്യാണ് കേട്ടോ. പയ്യന്നൂർ ഇൻ കേരള, വേദാരണ്യം ഇൻ തമിഴ്നാട്, ബോംബെ ഇൻ മഹാരാഷ്ട്ര, നവഖാലി ഇൻ ബംഗാൾ ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാകിസ്ഥാനുമായി നമ്മൾ അതിർത്തി പങ്കുവെക്കുന്ന ആ ഒരു മേഖല, ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗങ്ങളൊക്കെ അതിൽ വരും. ഓക്കെ. വേർ സം ഓഫ് ദി സെന്റേഴ്സ് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്. ഈ ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവിടെ പറഞ്ഞത് കേട്ടോ. പയ്യന്നൂർ ഇൻ കേരള, വേദാരണ്യം ഇൻ തമിഴ്നാടു, ബോംബെ ഇൻ മഹാരാഷ്ട്ര, നവഖാലി ഇൻ ബംഗാൾ. കൊൽക്കത്തയിലെ നവഖാലി. അതുപോലെ ബംഗാൾ എന്ന് പറയുമ്പോൾ കൊൽക്കത്തയോട് ചേർന്നുള്ള സ്ഥലം തന്നെ നവഖാലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മഹാത്മാഗാന്ധി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം GK അല്ലെങ്കിൽ ക്വിസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഗാന്ധിജി ഈ പറയുന്ന നവഖാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, കൊൽക്കത്തയിലെ അല്ലെങ്കിൽ ബംഗാളിലെ. അവിടെ ഹിന്ദു മുസ്ലിം സംഘർഷം, രാജ്യത്ത് ഒരുപാട് സ്ഥലത്ത് ഹിന്ദു മുസ്ലിം സംഘർഷം, ഈ ഒരു വിഭജനത്തിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ട് രാജ്യങ്ങളായി മാറുന്നുണ്ട് അല്ലെ. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ പല സ്ഥലത്തും ഏറ്റുമുട്ടിയിട്ടുണ്ട്, വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വർഗീയ ലഹള ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നവഖാലി. ആ നവഖാലിയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവരുടെ ശത്രുതയൊക്കെ മാറ്റി പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആര്? നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഓക്കെ. അപ്പൊ ഇവിടെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഉപ്പ് സത്യാഗ്രഹം അരങ്ങേറിയിട്ടുള്ളത്. ആസ് പാർട്ട് ഓഫ് ദി പ്രൊട്ടസ്റ്റ്, volunteers made salt and distributed it to the public, hosted national flag and chanted anti-British slogans. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാ സ്ഥലത്തും നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് നടന്നത്? അതായത് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള വോളണ്ടിയേഴ്സ് എന്ത് ചെയ്തിട്ടു? അവര് ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. അതേപോലെ തന്നെ നമ്മുടെ പതാക പല സ്ഥലത്തും അവര് ഉയർത്തി. അതേപോലെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. The British police severely tortured a team of volunteers led by Sarojini Naidu, who had set out to ധരാസന സോൾട്ട് ഫീൽഡ് ഇൻ ഗുജറാത്ത്. നമ്മളിവിടെ ചില സ്ഥലങ്ങൾ പറഞ്ഞല്ലോ, പയ്യന്നൂർ ഇൻ കേരള, വേദാരണ്യം ഇൻ തമിഴ്നാട്, ബോംബെ ഇൻ മഹാരാഷ്ട്ര, അങ്ങനെ പറഞ്ഞല്ലോ. അതേപോലെ അതിന് കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ധരാസന സോൾട്ട് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം. ഓക്കെ. ധരാസന എന്ന് പറയുന്ന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് സരോജിനി നായിഡു നടത്തിയിട്ടുള്ള ഈ ഒരു സമരം ബ്രിട്ടീഷുകാർ അതിക്രൂരമായിട്ട് അടിച്ചമർത്തി എന്നാണ് ഇവിടെ പറയുന്നത്. The British police severely tortured a team of volunteers led by Sarojini Naidu, who had set out to Dharasana salt field in Gujarat. Gandhiji was arrested and the movement was suppressed callously. എന്നുവെച്ചാൽ ഈ ഒരു മൂവ്മെന്റിനെ ബ്രിട്ടീഷുകാർ, ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു മൂവ്മെന്റിനെ ബ്രിട്ടീഷുകാർ അതിക്രൂരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അടിച്ചമർത്തിയിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിയമം ലംഘിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു നിയമം ലംഘിക്കുന്നതും. അപ്പൊ ഏതായാലും ഇത്രയും കാര്യങ്ങൾ സോൾട്ട് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദണ്ഡി മാർച്ചോ അതിന്റെ ഡീറ്റെയിൽസോ ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും പറയുന്നില്ല. അതൊക്കെ ചെറിയ ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. പക്ഷെ അതും കൂടിയൊക്കെ നമ്മളിവിടെ ശരിക്കും പഠിക്കേണ്ടതായിരുന്നു. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നുമില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ഏതായാലും
ആ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയുടെ കൂടെ 4 മലയാളികളും പങ്കെടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തുക, ആരൊക്കെയാണ് ഈ 4 മലയാളികൾ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ രണ്ടാമത്തെ ഒരു ബഹുജന സമരമാണ് ഇത്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ദി ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, അല്ലേ? അതാണ് അതിന്റെ അർത്ഥം. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ആദ്യത്തേത് ഏതാണ്? കോൺഗ്രസിന്റെ കീഴിൽ ഗാന്ധിജി നേതൃത്വം കൊടുത്ത് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ചമ്പാരൻ അല്ല, അത് പ്രാദേശിക സമരം മാത്രമാണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജി നേതൃത്വം കൊടുത്തുകൊണ്ട്, കോൺഗ്രസിന്റെ കീഴിൽ ഗാന്ധിജി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. രണ്ടാമത്തേത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. മൂന്നാമത്തേതും അവസാനത്തേതുമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. ഇത്രയും കാലം നമ്മൾ ചെറിയൊരു മയത്തിലൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ ആ ഒരു ടോണിലെ ഡിഫറൻസ് നോക്കുക, ആ ഒരു വേരിയേഷൻ നോക്കുക. ക്വിറ്റ് ഇന്ത്യ, വേറെ വർത്താനൊന്നുമില്ല അവിടെ. എന്താ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയിക്കോളുക, അതിലപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളെ നമുക്ക് നോക്കാനുള്ളൂ. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വലിയ മുദ്രാവാക്യമുണ്ട്, അതാണ് ഇവിടെ ഞാനിവിടെ കാണിക്കുന്നത്. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആരുടെ മുദ്രാവാക്യമാണ്? ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ്. ഏത് സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഡു ഓർ ഡൈ, അല്ലെ? ഗാന്ധിജിയുടെ മുദ്രാവാക്യം നമുക്കറിയാം, പക്ഷെ ഏത് സമരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാ? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. എനിവേ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. This was the call of Gandhi in the Conference of National Congress held in Bombay in 1942. 1942 ബോംബെ കോൺഗ്രസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലാഹോർ കോൺഗ്രസിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. കൊൽക്കത്ത കോൺഗ്രസിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ബോംബെ കോൺഗ്രസിലാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഡു ഓർ ഡൈ എന്നുള്ളത്. 1942 ബോംബെ കോൺഗ്രസിൽ. ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ദി ലാസ്റ്റ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള അവസാനത്തെ പോപ്പുലർ പ്രൊട്ടസ്റ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. Okay, Quit India was yet another popular movement like the civil disobedience movement. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് ഏതും? ക്വിറ്റ് ഇന്ത്യ സമരവും. ആൻഡ് ഓക്കെ, ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് a mass movement based on the ideology of non-violence, that is ahimsa, meant to force the British to leave the country, offering complete freedom to Indians. അതായത് ഗാന്ധിജി എല്ലാ സമരങ്ങളും അഹിംസ എന്ന് പറയുന്ന, നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. എല്ലാ സമരങ്ങളും, ഈ സമരവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഡു ഓർ ഡൈ എന്ന് കാണുമ്പോൾ പിന്നെ ആയുധമെടുത്ത് പോരാടാനുള്ള അർത്ഥം അവിടെ ഇല്ല. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല, അതിനുവേണ്ടി മരണപ്പെടേണ്ടി വന്നാൽ അങ്ങനെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ സമരവും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പോലെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പോലെ, നേരത്തെ ചെയ്തിട്ടുള്ള ചമ്പാരൻ പോലെ, എല്ലാ സമരങ്ങളും പോലെ ഈ സമരവും നോൺ വയലൻസ് എന്ന് പറയുന്ന ഐഡിയോളജി ബേസ് ചെയ്തുകൊണ്ടുള്ള സമരം തന്നെയാണ്. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരം തന്നെയാണ്. ഓക്കെ, പക്ഷെ ബ്രിട്ടീഷുകാരോട് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സമരം കൂടിയാണ്, അല്ലെ? അപ്പോ ലെറ്റ്സ് എക്സാമിൻ സം ഫാക്ടേഴ്സ് ദാറ്റ് കോസ്ഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഗാന്ധിജിയെ, കോൺഗ്രസിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങാനുള്ള പെട്ടെന്നുള്ള കാരണങ്ങൾ. ഒന്ന്,
റിലക്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ കാണിച്ചിട്ടുള്ള ഒരു താല്പര്യക്കുറവ്, വൈമനസ്യം. ഇന്ത്യയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ കാണിച്ചിട്ടുള്ള ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ്, അതൊരു കാരണമാണ്. പിന്നെ പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമീൻ. വിലക്കയറ്റവും ക്ഷാമവും ഒക്കെ കാരണം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള അസംതൃപ്തി. പിന്നെ the assumption that the British would be defeated in the Second World War. രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ, അങ്ങനെയുള്ള ഒരു തോന്നൽ. ബ്രിട്ടീഷുകാർ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ. സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാലോ 1939 തുടങ്ങിയിട്ട് 45 അവസാനിച്ചു അല്ലേ? അപ്പോൾ ഈ സമരം 1942, അതായത് സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഈ ഒരു സമരം തുടങ്ങുന്നത്. അതെന്തിനാ? ബ്രിട്ടീഷുകാർ ചിലപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെടും, അങ്ങനെയാകുമ്പോൾ നമ്മളെ ഇവിടുത്തെ സമരം കൂടി ഒന്ന് നമ്മൾ സ്ട്രോങ് ആക്കിയാൽ വളരെ പെട്ടെന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാനുള്ള കാരണങ്ങൾ. ദെൻ ആസ് എ പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ് ഗാന്ധിജി കോൾഡ് ഫോർ ദി ഫോളോവിങ്. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഗാന്ധിജി നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളാണ് പറയുന്നത്. പ്രിൻസിലി സ്റ്റേറ്റ്സ് ഷോൾ റെക്കഗ്നൈസ് ദി സോവറിറ്റി ഓഫ് ദിയർ പീപ്പിൾ. ആദ്യം എന്ത് ചെയ്യണം? ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാര് ആ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം ആദ്യം അംഗീകരിക്കുക. ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് പ്രിൻസിലി സ്റ്റേറ്റ്സിലുള്ള രാജാക്കന്മാര്, നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാര് അവിടുത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം, സോവറിറ്റി ആദ്യം അംഗീകരിക്കുക. പിന്നെ ഫാമേഴ്സ് ഷോൾ നോട്ട് പേ ലാൻഡ് ടാക്സ്. കർഷകർ എന്ത് ചെയ്യേണ്ട? നികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. അടുത്തത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഷോൾ ഡിസ്ക്ലോസ് ദെയർ ലോയൽറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ബ്രിട്ടീഷ് ഗവൺമെന്റിലുള്ള ഇന്ത്യക്കാർ എന്ത് ചെയ്യണ്ട? അവരുടെ ഉദ്യോഗം രാജിവെക്കാതെ തന്നെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള അവരുടെ താല്പര്യം കൂറ് പരസ്യമാക്കണം. ഓക്കെ, അതായത് അവർ ഉദ്യോഗം രാജിവെക്കണ്ട, എന്ത് ചെയ്യുക? അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് അവരുടെ താല്പര്യം പ്രകടമാക്കുക. Then without quitting their positions in the army, soldiers shall disobey orders to shoot and kill Indians. അതായത് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാർ എന്ത് ചെയ്യണ്ട? ജോലി രാജിവെക്കണ്ട, പക്ഷെ ഇന്ത്യക്കാരെ വെടിവെക്കാൻ പറഞ്ഞാൽ വെടിവെക്കാതിരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക? ജോലി റിസൈൻ ചെയ്യാൻ തന്നെ അത് അനുസരിക്കാതിരിക്കുക. ഓക്കെ, ഇഫ് പോസിബിൾ സ്റ്റുഡൻസ് ഷോൾ ബോയ്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. സാധ്യമാവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ പഠനം ഉപേക്ഷിക്കാൻ തയ്യാറാവുക. അതിന് വിദ്യാർത്ഥികൾ എന്തായാലും തയ്യാറാവും അല്ലെ? എല്ലാ കാലത്തും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ. ഓക്കെ, ദെൻ കുറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞാൽ ഈ ഒരു സമരം കഴിഞ്ഞു. The British government suppressed the movement very severely and arrested leaders including Mahatma Gandhi. ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ, ഗാന്ധിജി, നെഹ്റു, അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. In protest, the uncontrolled mob demolished government offices, electric lines and transportation facilities. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് എത്തിയിട്ടില്ലെങ്കിൽ കുട്ടികൾ അവർക്ക് തോന്നിയതുപോലെ പല രീതിയിലും പ്രവർത്തിക്കും. അപ്പുറത്തെയും പിന്നെ മറ്റു ക്ലാസ്സുകളിലും ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ, ഒരു ക്ലാസ്സിലും ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ ആ സ്കൂൾ മൊത്തം എന്താവും? ഡിസോർഡർ ആവും അല്ലെ? അപ്പൊ അതുപോലെ എല്ലാ നേതാക്കന്മാരെയും, എല്ലാ പ്രദേശത്തുള്ള എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ ആദ്യം എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അപ്പൊ ജനങ്ങൾക്ക് നേതാക്കന്മാരില്ലാത്ത അവസ്ഥ വന്നു. സോ ഇൻ പ്രൊട്ടസ്റ്റ് ദി അൺകൺട്രോൾഡ് മോബ് ഡിമോളിഷ്ഡ് ഗവൺമെന്റ് ഓഫീസസ്, ഇലക്ട്രിക് ലൈൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. അവർക്ക് കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങളും ഇലക്ട്രിക് ലൈനുകളും ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ഫെസിലിറ്റികൾ, പാലങ്ങളും റോഡുകളൊക്കെ തകർത്തു. അങ്ങനെയുള്ള എല്ലാ രൂപത്തിലും അവർ അഴിഞ്ഞാടി സാധാരണക്കാരായ ജനങ്ങൾ. അറ്റ് ദി എൻഡ് ഓഫ് 1942 ഇന്ത്യ വാസ് അണ്ടർ ദി ഫയർ ഓഫ് പോപ്പുലർ അൺറെസ്റ്റ്. 1942 അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യയാകെ പിന്നെ സമരത്തിന്റെ തീച്ചൂളയിലായിരുന്നു എന്നൊക്കെ പറയാം. അതായത് മൊത്തം ആളിക്കത്താണ്. നേതാക്കന്മാരൊക്കെ അറസ്റ്റിലാണ്. അപ്പൊ നിർദ്ദേശം കൊടുക്കാൻ ആളില്ല. അപ്പൊ ജനങ്ങൾ അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. സമരം പല സ്ഥലത്തും അക്രമാസക്തമായി. കേരളത്തിൽ മലബാറിൽ ഉൾപ്പെടെ. The Quit India movement was a clear indication of the people's determination to grab freedom for their country. ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ഏതു വിധേനയും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നുള്ള ഇന്ത്യക്കാരുടെ ആ ഒരു ഇച്ഛാശക്തി, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആ ഒരു മനോവികാരത്തെയാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരച്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി
അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ഭാഗം, ഈ യൂണിറ്റിലെ ഒരു പുതിയ ഭാഗത്തിലേക്ക്, ഗാന്ധിയൻ ആശയങ്ങളല്ലാത്ത മറ്റു ചില ആശയങ്ങളിലേക്ക്, വിപ്ലവ ആശയങ്ങളിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കടക്കും. അപ്പൊ ഇന്ന് തൽക്കാലം നമ്മൾ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.